ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വി ഫോർ ലൈഫ്. വി ഫോർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനാണ്. അതായത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിലെ 6th സെമസ്റ്റർ BSc ബയോകെമിസ്ട്രി വിദ്യാർത്ഥികളുടെ IM3 എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മളിവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 3 ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഈ ഒരു IM3യുടെ സിലബസ് ഒരുവിധം കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു നോട്ട്സ് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ സ്ലൈഡ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് എഴുതി വെക്കുക ഒരു പേപ്പറിലോ ഒരു ബുക്കിലൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു വീഡിയോയുടെ യൂസ്ഫുൾ ആയിട്ട് മാറുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എക്സാം ടൈമിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യാപ്സ്യൂൾ ഫോമിലുള്ള നോട്ട്സൊക്കെയാണ് ആവശ്യം വരിക. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളെ കുറച്ചും കൂടി നന്നായി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ആക്ഷൻ ഓഫ് സ്റ്റാറ്റിൻസ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കൊളസ്ട്രോൾ ബയോസിന്തസിൻ്റെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലോ ആർ ന്യൂക്ലിയോസൈഡ് മോണോഫോസ്ഫേറ്റ്സ് ആർ കൺവേർട്ടഡ് ടു ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്യൂരിൻസിൻ്റെയും പിരമിഡിൻസിൻ്റെയും കൺവേർഷൻ പറയേണ്ടി വരും. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു മോണോഫോസ്ഫേറ്റ്, അതായത് ന്യൂക്ലിയോസൈഡ് മോണോഫോസ്ഫേറ്റ് എങ്ങനെയാണ് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണെന്ന് എന്നുള്ളത് കാണിക്കാനാണ് പറയുന്നത്. ഫ്ലോ ഡയഗ്രം വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്യൂരിൻസിൻ്റെയും പിരമിഡിൻസിൻ്റെയും രണ്ടിൻ്റെയും കൺവേർഷൻ എഴുതേണ്ടി വരും. കാരണം സ്പെസിഫിക് ആയിട്ടൊന്നും പറയാത്തതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടിൻ്റെയും കൺവേർഷൻ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്യൂരിൻസിൻ്റെ ബയോസിന്തസിസ് ആണ് ത്രൂ ഡിനോവോ സിന്തസിസ് വഴി. ഈ പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡെനിൻസും ഗ്വാനിൻസുമാണ് നമ്മൾ പ്യൂരിൻസ് എന്ന് വിളിക്കാറുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ ഡിനോവോ സിന്തസിസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പ്യൂരിൻസ് സിന്തസൈസ് ചെയ്യുന്നത് പ്രിക്കേഴ്സർ മോളിക്യൂളായിട്ടുള്ള റൈബോസ് 5-ഫോസ്ഫേറ്റിൽ നിന്നാണ്. അതായത് റൈബോസ് 5-ഫോസ്ഫേറ്റ് ആദ്യം ഉണ്ടാകുന്നു. ആ റൈബോസ് 5-ഫോസ്ഫേറ്റിലോട്ട് പിന്നെ നമ്മൾ ബേസസ് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ പ്യൂരിൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ റൈബോസ് 5-ഫോസ്ഫേറ്റ് എവിടെ നിന്ന് വന്നു? ഇത് വരുന്നത് ആക്ച്വലി കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിലത്തെ HMP പാത്വേയിൽ നിന്നാണ് റൈബോസ് 5-ഫോസ്ഫേറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ റൈബോസ് 5-ഫോസ്ഫേറ്റ് ATPയിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എടുക്കുന്നു. അങ്ങനെ അത് ഫോസ്ഫോറൈബോസിൽ പൈറോഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം PRPP സിന്തറ്റേസ്. ഇവിടെ ഇത് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്ത ഡയഗ്രം ആയതുകൊണ്ട് നമ്മളിതിലൊരു കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് സിന്തേസ് എന്ന് പറയുന്നിടത്തൊക്കെ സിന്തറ്റൈസ് എൻസൈം നമുക്ക് എഴുതേണ്ടി വരും. കാരണം ഇവിടെ എൻസൈമിനെ എനർജി റിക്വയർമെൻറ്റുള്ള എൻസൈം ആണെങ്കിൽ അവിടെയൊക്കെ സിന്തറ്റൈസ് എൻസൈം ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഫസ്റ്റ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത് PRPP സിന്തറ്റൈസ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ PRPP ഈസ് കൺവേർട്ടഡ് ടു 5-ഫോസ്ഫോറൈബോസിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ PRPP ഗ്ലൂട്ടമിനിൽ നിന്ന് ഒരു അമിനോ ഗ്രൂപ്പിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പൈറോഫോസ്ഫേറ്റിനെ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ അത് 5-ഫോസ്ഫോറൈബോസിൽ അമീനായിട്ട് മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം PRPP glutamyl aminotransferase, and this is the committed step in this pathway. ഇനി കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു മെറ്റബോളിക് പാത്വേയിൽ ഒരു എൻസൈം റെസ്പോൺസിബിൾ ആയിരിക്കുക ഫോർ ദ ഫോർമേഷൻ ഓഫ് എ യൂണിക് പ്രൊഡക്റ്റ്. അതായത് ആ ഒരു പാത്വേയിൽ നിന്ന് നമുക്ക് ഒരു യൂണിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം റെസ്പോൺസിബിൾ ആയിരിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന് പറയുക. കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കമ്മിറ്റഡ് ആയിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിൾ ആയിരിക്കുക, ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന എൻസൈം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ്, അതാണ് ഉദ്ദേശിക്കുന്ന കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വിൽ ബി ദ ഇറിവേഴ്സിബിൾ എൻസൈം ആയിരിക്കും അത്. ഇനി റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറഞ്ഞാൽ ആ ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ മൊത്തം മെറ്റബോളിക് പാത്വേയുടെ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു പേര് വന്നത്, റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്നുള്ള പേര് വന്നത്. അപ്പോൾ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആയിരിക്കണം എന്നുള്ള ആവശ്യമില്ല. പക്ഷേ കമ്മിറ്റഡ് സ്റ്റെപ്പിലുള്ള എൻസൈം എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ എൻസൈം ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. 5-ഫോസ്ഫോറൈബോസിൽ അമീൻ എന്ന് പറയുന്നത് പിന്നെ ഗ്ലൈസീനുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ പേര് ഗ്ലൈസിനമൈഡ് റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോസ്ഫോറൈബോസിൽ ഗ്ലൈസിനമൈഡ് സിന്തറ്റേസ്. സിന്തറ്റൈസ് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ, ഇവിടെ ATPയുടെ റിക്വയർമെൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ സിന്തറ്റൈസ് എന്ന പേരിൽ നമ്മൾ പറഞ്ഞത്. ദെൻ ആഫ്റ്റർ ഗ്ലൈസിനമൈഡ് റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ഫോർമൈൽ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നു അതിലോട്ട്. ഫോർമൈൽ ട്രാൻസ്ഫറേസ് ആണ് ആ ഫോർമൈൽ ഗ്രൂപ്പിനെ N5 N10
മിഥിനിൽ THFൽ നിന്ന് എടുത്തിട്ട് ഗ്ലൈസിനമൈഡ് റൈബോസിൽ 5-ഫോസ്ഫേറ്റിന് കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ പേരിന് മുമ്പിൽ ഒരു ഫോർമൈൽ ഗ്രൂപ്പ് വന്നു. അങ്ങനെ അത് ഫോർമൈൽ ഗ്ലൈസിനമൈഡ് റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അടുത്ത സ്റ്റെപ്പിൽ ഫോർമൈൽ ഗ്ലൈസിനമൈഡ് റൈബോസ് 5-ഫോസ്ഫേറ്റ് ഗ്ലൂട്ടമിനിൽ നിന്ന് സെക്കൻഡ് അമിനോ ഗ്രൂപ്പിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അത് ഫോർമൈൽ ഗ്ലൈസിനമിഡിൻ റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. എൻസൈംസ് എല്ലാതും സിന്തറ്റൈസ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ATP റിക്വയർമെൻ്റ് ഉള്ളിടത്ത് എല്ലായിടത്തും സിന്തറ്റൈസ് എൻസൈം ആയിരിക്കും വരിക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമൈൽ ഗ്ലൈസിനമിഡിൻ റൈബോസിൽ 5-ഫോസ്ഫേറ്റ് 5 അമിനോ ഇമിഡാസോൾ റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റിംഗ് ക്ലോഷറാണ് സംഭവിക്കുന്നത്. അതായത് പ്യൂരിൻസിൻ്റെ ഇമിഡാസോൾ റിംഗ് ക്ലോസ് ചെയ്തിട്ടാണ് ഫോർമൈൽ ഗ്ലൈസിനമിഡിൻ റൈബോസ് 5-ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് 5 അമിനോ ഇമിഡാസോളായിട്ട് മാറുന്നത്. അടുത്ത സ്റ്റെപ്പിൽ 5 അമിനോ ഇമിഡാസോൾ റൈബോസിൽ 5-ഫോസ്ഫേറ്റ് CO2മായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് കാർബോക്സിലേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് 5 അമിനോ ഇമിഡാസോൾ കാർബോക്സിലേറ്റ് റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് അസ്പാർട്ടേറ്റുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യുന്നു. അങ്ങനെ അസ്പാർട്ടേറ്റ് ഇവിടെ ഇൻകോർപ്പറേറ്റ് ആവുന്നത് സക്സിനിൽ കോ എൻസൈം പോലെയാണ്. അല്ലെങ്കിൽ സക്സിനിൽ ഗ്രൂപ്പായിട്ടാണ് അവിടെ ആഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അത് ബിക്കം 5 അമിനോ ഇമിഡാസോൾ 4 സക്സിനിൽ കാർബോക്സമൈഡ് റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സക്സിനൈഡ് ഗ്രൂപ്പിന് ലൈസ് സംഭവിക്കുക അല്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ അഡിനോ സക്സിനേറ്റ് ലയേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ഫ്യൂമറേറ്റ് ലൈസ് ചെയ്തിട്ട് പോകുന്നു. അതായത് സക്സിനിൽ ഗ്രൂപ്പ് ലൈസ് ചെയ്തിട്ട് ഫ്യൂമറേറ്റിൻ്റെ ഫോമിൽ പോകുന്നു. ബാക്കിയുള്ളത് അസ്പാർട്ടേറ്റിൻ്റെ അമിനോ ഗ്രൂപ്പ് മാത്രമേ അവിടെ റിമെയിൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അത് ബിക്കം 5 അമിനോ ഇമിഡാസോൾ 4 കാർബോക്സമൈഡ് റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഫോർമൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു. ഫോർമൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ഫോർമൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു. അങ്ങനെ അത് ഫോർമൈൽ അമിനോ ഇമിഡാസോൾ 4 കാർബോക്സമൈഡ് റൈബോസിൽ 5-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇനോസിൻ മോണോഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോൾ അവിടെ H2O റിമൂവലും സംഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ റിംഗ് ക്ലോഷറും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അത് സൈക്ലോ ഹൈഡ്രോളൈസ് എൻസൈമിൻ്റെ പ്രസൻസിലാണ് IMP ആയിട്ട് മാറുന്നത്. അങ്ങനെ നമ്മുടെ റൈബോസ് 5-ഫോസ്ഫേറ്റിൽ നിന്ന് എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള IMP ഉണ്ടായി. നമുക്ക് IMP ഉണ്ടായാൽ പോരാ, IMPയിൽ നിന്ന് അഡനിൻ മോണോഫോസ്ഫേറ്റും ഗ്വാനിൻ മോണോഫോസ്ഫേറ്റും ഉണ്ടാവണം. അപ്പോൾ അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. IMP ഫസ്റ്റ് സ്റ്റേജിലെ അസ്പാർട്ടേറ്റുമായിട്ട് കോൺജുഗേറ്റ് ചെയ്തിട്ട് അഡനിലോ സക്സിനേറ്റ് ഉണ്ടാവുന്നു. അഡനിലോ സക്സിനേറ്റ് സിന്തറ്റൈസ് എൻസൈമിൻ്റെ പ്രസൻസിൽ. ദെൻ ഈ അഡനിലോ സക്സിനേറ്റ് ലൈസ് ചെയ്തിട്ട് ഫ്യൂമറേറ്റ് അത് ക്ലീവ് ചെയ്തിട്ട് പോവും. ബാക്കിയുള്ള ഗ്രൂപ്പ് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് AMP ആയിട്ട്, അതായത് അഡനിലോ സക്സിനേറ്റ് AMP ആയിട്ട് മാറിയിരിക്കുന്നത് അഡനിലോ സക്സിനേറ്റ് ലയേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ. ഇനി അപ്പുറത്തെ സൈഡ് നോക്കുക. IMPയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഹൈഡ്രോജനേഷനാണ് സംഭവിക്കുന്നത്. IMP ഡിഹൈഡ്രോജനൈസ് എൻസൈമിൻ്റെ പ്രസൻസിൽ. അങ്ങനെ അത് ക്സാന്തോസിൻ മോണോഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ക്സാന്തോസിൻ മോണോഫോസ്ഫേറ്റിൽ നിന്ന് പിന്നെ ഗ്ലൂട്ടമിൻ്റെ അമിനോ ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതായത് ക്സാന്തോസിൻ മോണോഫോസ്ഫേറ്റ് ഗ്ലൂട്ടമിൻ്റെ അമിനോ ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് GMP സിന്തറ്റൈസ് എൻസൈമിൻ്റെ പ്രസൻസിൽ GMP ആയിട്ട് മാറുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്യൂരിൻ ബയോസിന്തസിസ് ബൈ ഡിനോവോ പാത്വേ ആയിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സാൽവേജ് പാത്വേ ആണ്. ഇത് നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ സിംഗിൾ സ്റ്റെപ്പിലാണ് സാൽവേജ് പാത്വേ പ്രൊസീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ നമ്മുടെ പ്യൂരിൻ ബേസിസ് ഉണ്ടാവുന്നതാണ് സാൽവേജ് പാത്വേ. പക്ഷേ ഇത് മേജറായിട്ട് നടക്കാറില്ല. മേജറായിട്ട് നടക്കുന്ന പാത്വേ എന്ന് പറയുന്നത് ഡിനോവോ പാത്വേ തന്നെയാണ്. ഇത് നോക്കുക, അഡനിൽ നിന്ന് ഒരൊറ്റ എൻസൈമിൻ്റെ പ്രസൻസിൽ PRPPയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് AMP ഉണ്ടാവുന്നു. അപ്പോൾ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് AMP ഈസ് അഡനിൻ ഫോസ്ഫോ റൈബോസിൽ ട്രാൻസ്ഫറേസ്. ഇനി ഹൈപ്പോക്സാന്തിനിൽ നിന്നാണ് IMP ഉണ്ടാവണേ, ഗ്വാനിനിൽ നിന്നാണ് GMP ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈപ്പോക്സാന്തിനിൽ നിന്ന് IMP ഉണ്ടാകുമ്പോഴുള്ള എൻസൈമാണ് ഹൈപ്പോക്സാന്തിൻ ഗ്വാനിൻ ഫോസ്ഫോ റൈബോസിൽ ട്രാൻസ്ഫറേസ്. അതിൽ നമ്മൾ HGPRT എന്ന് വിളിക്കാറുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. HGPRTയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഹൈപ്പോക്സാന്തിൻ കമ്പൈൻസ് വിത്ത് PRPP ടു ഫോം IMP വിത്ത് ദ പ്രസൻസ് ഓഫ് ഹൈപ്പോക്സാന്തിൻ ഗ്വാനിൻ ഫോസ്ഫോ റൈബോസിൽ ട്രാൻസ്ഫറേസ്. ഇതേപോലെ തന്നെ ഗ്വാനിനും PRPPയിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്തിട്ട് ഹൈപ്പോക്സാന്തിൻ ഗ്വാനിൻ ഫോസ്ഫോ റൈബോസിൽ ട്രാൻസ്ഫറേസിൻ്റെ പ്രസൻസിൽ IMP ആയിട്ട് മാറുന്നു. ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസോർഡറാണ് ലെഷ്നിയാൻ സിൻഡ്രോം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കൺവേർഷൻ ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ് ടു ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്.
ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു റൈബോ ന്യൂക്ലിയോടൈഡിൻ്റെ ആണ്. അതിൽ നോക്കുക, അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ HOH ഗ്രൂപ്പാണ് ഉള്ളത്. അതിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആകുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ HH വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആരാണ് ഈ ഹൈഡ്രജൻ ഡോണർ ശരിക്കും? അതായത് ഇവിടെ ഈ ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുന്നത് ആക്ഷൻ ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ് റിഡക്ടേസ് ആണ്. അതായത് റൈബോ ന്യൂക്ലിയോടൈഡ് റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഇവിടെ റൈബോ ന്യൂക്ലിയോടൈഡിൽ നിന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് മാറാനുള്ള ഹൈഡ്രജൻ ഗ്രൂപ്പിനെ കിട്ടിയത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റൈബോ ന്യൂക്ലിയോടൈഡ് റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആക്റ്റീവ് ആവണമെങ്കിൽ അവിടെ തിയോറോഡോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആവശ്യമാണ്. തയോറോഡോക്സിൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് 2 H2 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, കാണുന്നുണ്ട് നിങ്ങൾക്ക്. തിയോറോഡോക്സിനിൽ എന്തുണ്ട്? SH2 ഉണ്ട്. അത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റെഡ്യൂസ്ഡ് സ്റ്റേജിലുള്ള തയോറോഡോക്സിൻ 2 ഹൈഡ്രജൻ ഗ്രൂപ്പിനെ റൈബോ ന്യൂക്ലിയോടൈഡ് റിഡക്ടേസിന് കൊടുക്കുന്നു. ഈ റൈബോ ന്യൂക്ലിയോടൈഡ് റിഡക്ടേസ് അത് റൈബോ ന്യൂക്ലിയോടൈഡിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ റൈബോ ന്യൂക്ലിയോടൈഡ് ബിക്കം ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡായിട്ട് മാറുന്നു. അങ്ങനെ തയോറോഡോക്സിന് അതിൻ്റെ ഹൈഡ്രജൻ ഗ്രൂപ്പ് കൊടുത്തപ്പോൾ അത് ബിക്കം റെഡ്യൂസിൽ നിന്ന് ഓക്സിഡൈസ്ഡ് സ്റ്റേജിലേക്ക് എത്തി. ദെൻ ഈ ഓക്സിഡൈസ്ഡ് സ്റ്റേജിലുള്ള തയോറോഡോക്സിനെ വീണ്ടും റീറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തയോറോഡോക്സിൻ റിഡക്ടേസ് എൻസൈം അവിടെ ആക്റ്റീവ് ആകുന്നു. അവർ NADPHൽ നിന്ന് ഹൈഡ്രജനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് തയോറോഡോക്സിന് കൊടുക്കുന്നു. അങ്ങനെ തയോറോഡോക്സിൻ വീണ്ടും റെഡ്യൂസ്ഡ് സ്റ്റേജിലാകുന്നു. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആക്ഷൻ ഓഫ് തയോറോഡോക്സിനും റൈബോ ന്യൂക്ലിയോടൈഡ് റിഡക്ടേസുമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണ് റൈബോ ന്യൂക്ലിയോടൈഡിൽ നിന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ അതായിരുന്നു, എങ്ങനെയാണ് മോണോഫോസ്ഫേറ്റ് ട്രൈഫോസ്ഫേറ്റ് ആവുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു മോണോഫോസ്ഫേറ്റ് സിന്തസൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ, അതായത് AMPയും GMPയും ഒക്കെ സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കറിയാം ഫോസ്ഫോറേഷൻ ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത് കൈനേസ് എൻസൈം തന്നെയാണ്. അപ്പോൾ കൈനേസ് എൻസൈം ആദ്യത്തെ സ്റ്റേജിൽ AMPയിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. അങ്ങനെ അത് ബിക്കം ADP ആയിട്ട് മാറുന്നു. ADP എന്ന് പറഞ്ഞാൽ ഡൈഫോസ്ഫേറ്റ്. അതിലോട്ട് വീണ്ടും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുമ്പോഴാണത് ATP ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത്. എൻസൈം റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് കൈനേസ് എൻസൈം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ പ്യൂരിൻ പാത്വേയുടെ അല്ലെങ്കിൽ പ്യൂരിൻ ബയോസിന്തസിസിൻ്റെ റെഗുലേഷൻ പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കമ്മിറ്റഡ് സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് PRPP ഗ്ലൂട്ടമൈൽ അമിഡോ ട്രാൻസ്ഫറേസ് ആണ്. ഇത് മാത്രമല്ല കുറേയധികം കൺട്രോൾ പോയിൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് PRPP സിന്തേസ് എൻസൈം തൊട്ട് നമുക്ക് പറയാം. PRPP സിന്തറ്റൈസ് എൻസൈമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ തന്നെയാണ് ആ എൻസൈമിൻ്റെ. അതായത് അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് തന്നെയാണ് ഇവിടെ എല്ലാ എൻസൈംസിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അത് ആലോചിച്ച് വെച്ചാൽ മതി. എല്ലാ പ്രൊഡക്റ്റും അല്ലെങ്കിൽ എല്ലാ സ്റ്റെപ്പിൻ്റെയും എൻഡ് പ്രൊഡക്റ്റുകളാണ് ഇവിടെ എല്ലാ എൻസൈംസിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ PRPP സിന്തറ്റൈസിൻ്റെ ഫീഡ്ബാക്ക് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ADP ആണ്. അങ്ങനെ അത് റിയാക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓൾസോ നമ്മുടെ മെയിൻ കമ്മിറ്റഡ് ആയിട്ടുള്ള എൻസൈമാണ് നമ്മൾ PRPP ഗ്ലൂട്ടമൈൽ അമിഡോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. അതിൻ്റെയും എൻഡ് പ്രൊഡക്റ്റുകളായിട്ടുള്ള AMP GMP IMP തന്നെയാണ് അവരെയും അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല കമ്മിറ്റഡ് സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും റൈബോസ് 5-ഫോസ്ഫേറ്റിൻ്റെ അവൈലബിലിറ്റിനെയും PRPP സിന്തറ്റൈസിൻ്റെ ആക്ടിവിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് PRPP അമിഡോ ട്രാൻസ്ഫറേസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു IMP ഫോം ചെയ്ത് കഴിഞ്ഞാൽ IMPയിൽ നിന്ന് AMP ഉണ്ടാകുന്നത് GMP ഉണ്ടായിട്ടുള്ള എൻസൈംസ് ആണ്. അഡിനിലോ സക്സിനൈഡ് സിന്തറ്റൈസ് എന്ന് പറയുന്നതും IMP ഡിഹൈഡ്രോജനേസ് എന്ന് പറയുന്നതും. അതിന് രണ്ടിനെയും അവരുടെ എൻഡ് പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡീഗ്രഡേഷൻ ഓഫ് പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ എല്ലാവരും നോക്കുക. AMPയും IMPയും GMPയും എഡനോസിനും ഇനോസിനും ഗ്വാനോസിനായിട്ട് മാറുന്നു ബൈ ദ ആക്ഷൻ ഓഫ് 5' ന്യൂക്ലിയോടൈഡേസ്. അതായത് ന്യൂക്ലിയോടൈഡേസ് അവരുടെ കറസ്പോണ്ടിങ് ന്യൂക്ലിയോസൈഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ AMP എന്ന് പറയുന്നത് അതിലത്തെ അമിനോ ഗ്രൂപ്പിനെ ഡിഅമിനേസ് എൻസൈം എടുത്ത് കളയുന്നു. അങ്ങനെ AMP വിൽ ബിക്കം IMP ആയിട്ട് മാറുന്നു. എഡനോസിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഡനോസിൻ ഡിഅമിനേസ് അതിൻ്റെ അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ട് ഇനോസിനായിട്ട് മാറി. ഇനി നമുക്ക് IMPയുടെയും GMPയുടെയും കാര്യം മാത്രമേ നോക്കാനുള്ളൂ. കാരണം എല്ലാ AMPസും IMP ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇനോസിൻ എന്ന് പറയുന്നത് റൈബോസ് 5' ഫോസ്ഫോറിലേസ് എൻസൈമിൻ്റെ ആക്ഷൻ മൂലം ഹൈപ്പോക്സാന്തിനായിട്ട് മാറുന്നു. അതേപോലെ തന്നെ ഗ്വാനോസിൻ എന്ന് പറയുന്നതും റൈബോസ് 5' ഫോസ്ഫോറിലേസിൻ്റെ ആക്ഷൻ വഴി ഗ്വാനിനായിട്ട് മാറുന്നുണ്ട്. ഹൈപ്പോക്സാന്തിൻ എന്ന് പറയുന്നത് ക്സാന്തിൻ ഓക്സിഡൈസ് എൻസൈമിൻ്റെ ആക്ഷൻ മൂലം ക്സാന്തിനാകുന്നു. ഗ്വാനിൻ എന്ന് പറയുന്നത് ഗ്വാനൈസ് എൻസൈമിൻ്റെ ആക്ഷൻ വഴി അതിൽ അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് പോകുന്നു. അങ്ങനെ അത് ക്സാന്തിനായിട്ട് മാറുന്നു.
നെക്സ്റ്റ് സ്റ്റെപ്പിൽ ക്സാന്തിൻ ഓക്സിഡേസിൻ്റെ പ്രസൻസിൽ യൂറിക് ആസിഡായിട്ട് മാറുന്നു. അതാണ് എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി പ്യൂരിൻ മെറ്റാബോളിസം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ്. ക്സാന്തിൻ ഓക്സിഡേസിൻ്റെ ആക്ഷൻ വഴി അവിടെ H2O2 എന്ന് പറയുന്ന ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഹാംഫുൾ ടു ടിഷ്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ കാറ്റലൈസ് എന്ന് പറയുന്നത് H2O2നെ ക്ലീവ് ചെയ്തിട്ട് H2Oയും O2മായിട്ട് മാറുന്നുണ്ട്. And uric acid will be the final end product of the purine metabolism in humans. And also uric acid എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സെൽഫ് ഇറ്റ് കൺവേർട്ടഡ് ടു എലാൻടോണിൻ ആയിട്ട്. അതായത് എലാൻടോണിൻ എന്ന് പറയുന്നതിന് എസ്കോർബിക് ആസിഡിൻ്റെ പോലെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് റോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് എനിമൽസിൽ, അതായത് ചില എനിമൽസിലൊക്കെ ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് യൂറിക്കേസ് എൻസൈമിൻ്റെ ആക്ഷൻ വഴി എലാൻടോണിനായിട്ട് മാറുന്നുണ്ട്. ദെൻ എലാൻടോണിൻ എന്ന് പറയുന്നത് എലാൻടോണിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് കാണപ്പെടുന്നത് കൂടുതലും ഫിഷിലൊക്കെയാണ്. ആൻഡ് ഫർദർ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ഈ എലാൻടോണിക് ആസിഡ് എന്ന് പറയുന്നത് യൂറിയ ആയിട്ട് മാറുന്നു. യൂറിയ എന്ന് പറയുന്നത് ദെൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഡീഗ്രഡേഷനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയാം. ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഗൗട്ടാണ് ആദ്യത്തെ ഡിസോർഡർ എന്ന് പറയുന്നത്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓവർ പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഡീഗ്രഡേഷനിൽ പഠിച്ചു. അതെന്ന് പറയുന്നത് എൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്യൂരിൻ മെറ്റാബോളിസം ആണ്. അപ്പോൾ പ്യൂരിൻ മെറ്റാബോളിസത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസോർഡറാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അതായത് ഈ എങ്ങനെയാണ് ഈ ഗൗട്ട് ഉണ്ടാകുന്നത് നമുക്ക് ഒന്ന് നോക്കാം. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ചില കണ്ടീഷൻസിൽ മോർ സോല്യൂബിൾ ഫോം ആയിട്ടുള്ള സോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ചില സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും, പർട്ടിക്കുലർലി ഇൻ ജോയിൻറ്റ്സ്. അങ്ങനെയുള്ള ഡെപ്പോസിറ്റ്സിൽ നമ്മൾ ടോഫൈ എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. ആൻഡ് ഈ ഒരു ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻറ്റ്സിൻ്റെ ഇൻഫ്ലമേഷന് കോസ് ചെയ്യും. അങ്ങനെ അവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഗൗട്ടി ആർത്രൈറ്റിസിലേക്ക് ലീഡ് ചെയ്യും. ഒപ്പം തന്നെ ഈ സോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് കിഡ്നീസിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കും, യൂറേറ്റേഴ്സിനെയൊക്കെ. അങ്ങനെ അത് റീനൽ ഡാമേജ് ആൻഡ് സ്റ്റോൺ ഫോർമേഷന് കോസ് ചെയ്യാറുണ്ട്. ഈ ഗൗട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി ഗൗട്ട് ആൻഡ് സെക്കൻഡറി ഗൗട്ടായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. പ്രൈമറി ഗൗട്ട് എന്ന് പറയുന്നത് ഡ്യൂ ടു ഒരു ഇൻബോൺ എററാണ് അതെന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂ ടു ഓവർ പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ് ആണ്. ഈ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് മെറ്റബോളിക് ഡിഫക്റ്റ് ഓഫ് എൻസൈംസ് കൊണ്ടാണ്. ഏതൊക്കെ എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിഫക്റ്റ് കൊണ്ടാണ് ഗൗട്ട് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് PRPP സിന്തറ്റൈസ് എൻസൈമാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. PRPP സിന്തറ്റൈസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാബോളിസത്തിൽ വരുന്ന ആ ഒരു ഫസ്റ്റത്തെ എൻസൈമാണ് PRPP സിന്തറ്റൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കമ്മിറ്റഡ് സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം, അതായത് PRPP ഗ്ലൂട്ടമൈൽ അമിഡോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഗൗട്ട് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ലെഷ്നിയാൻ സിൻഡ്രോം ആണ്. ലെഷ്നിയാൻ സിൻഡ്രോം എന്ന് പറയുന്ന ഡിസോർഡർ ഉണ്ടാകുന്നത് ഡ്യൂ ടു നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞു, ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് HGPRT എൻസൈം. HGPRT എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്സാന്തിൻ ഗ്വാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമാണ് HGPRT എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് ലെഷ്നിയാൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു സെക്സ് ലിങ്ക്ഡ് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ആൻഡ് അത് മെയിനായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് മെയിൽസിനെ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം. അതായത് മെൻ്റൽ റിട്ടാർഡേഷൻ, അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ, ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ അവർ കാണിക്കാറുണ്ട്. അപ്പോൾ അത്രയാണ് ലെഷ്നിയാൻ സിൻഡ്രോമിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിഡ് എന്ന് പറയുന്നതാണ്. സ്കിഡ് എന്ന് പറഞ്ഞാൽ സീവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് എഡനോസിൻ ഡിഅമിനേസ്. എഡ എന്ന് പറയുന്ന എൻസൈം അത് നമ്മൾ ഓൾറെഡി ഡീഗ്രഡേഷനിൽ പഠിച്ചതാണ്. അതായത് എഡനോസിൻ എന്ന് പറയുന്നത് ഫുള്ള് നമ്മൾ ഇനോസിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അത് അമിനോ ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എഡ എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡിഅമിനേഷന് വേണ്ടിയിട്ട്. ആ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് സ്കിഡ് എന്ന് പറയുന്ന ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിസോർഡർ ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവിങ് T സെൽ ആൻഡ് B സെൽ ഡിസ്ഫങ്ഷനാണ് അവിടെ കാണിക്കുന്നത് മെയിനായിട്ട്. നെക്സ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ലെഷ്നിയാൻ സിൻഡ്രോം ആണ്. ലെഷ്നിയാൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് സാൽവേജ് പാത്വേയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന HGPRT എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. HGPRT എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്സാന്തിൻ ഗ്വാനിൻ ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ HGPRT എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ പറഞ്ഞു സാൽവേജ് പാത്വേയിലാണ് അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് ലെഷ്നിയാൻ സിൻഡ്രോം എന്ന് പറയുന്നത്.
ആൻഡ് ദിസ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ആൻഡ് ഇറ്റ് എഫക്ട് ഓൺലി ദ മെയിൽസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ. ആൻഡ് ഓൾസോ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അതായത് മെൻ്റൽ റിട്ടാർഡേഷൻ പോലെയുള്ള ഒരു അബ്നോർമാലിറ്റീസ് കാണിക്കാറുണ്ട് ഈ പേഷ്യൻസ്. മാത്രമല്ല അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും അവർക്ക്. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ഓൾസോ അവർക്കൊരു നഖം കടിക്കണതും അതുപോലെ തന്നെ ദേ ഹാവ് എൻ ഇറിറ്റബിൾ ആയിട്ടുള്ളൊരു ഏർജ് ഉണ്ടാവും ടു ബൈറ്റ് ദെയർ ഫിംഗേഴ്സ് ആൻഡ് ലിപ്സ്. അതാണ് ഒരു ക്യാരക്ടറൈസേഷൻ ഓഫ് ദി ലെഷ്നിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡിസോർഡറാണ് സ്കിഡ് എന്ന് പറയുന്നത്. അത് സ്കിഡ് എന്ന് പറഞ്ഞാൽ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, ദാറ്റ് ഈസ് സ്കിഡ് എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് എഡനോസിൻ ഡിഅമിനേസ്. എഡ എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. അത് മെയിനായിട്ടും ടി സെൽ ആൻഡ് ബി സെൽ ഡിസ്ഫങ്ഷനാണ് കൗസ് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞു ഈ എഡ എന്ന് പറയുന്ന എൻസൈം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡീഗ്രഡേഷൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഈ AMP GMP ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് അവിടെ ന്യൂക്ലിയോസൈഡ് ഫോമായിട്ട് മാറുന്നത് ന്യൂക്ലിയോടൈഡേസ് എൻസൈം വഴിയാണ്. ആൻഡ് ഓൾസോ അതിനെ ഡീഅമിനേസ് ചെയ്തിട്ട് അവരുടെ കറസ്പോണ്ടിങ് IMP എന്ന് പറയുന്നതായിട്ട് മാറുന്നുണ്ടായിരുന്നു അല്ലേ. അതായത് AMP കറസ്പോണ്ടിങ് IMP ആയിട്ട് മാറുന്നത് ഈ എഡ എന്ന് പറയുന്ന എൻസൈം വഴിയാണ്. അതിൻ്റെ അമിനോ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് IMP ആയിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അവിടുത്തെ എൻസൈമാണ് ഈ അഡനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന എൻസൈം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതൊരു സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയാണ്. അതൊരു ടി സെൽ ബി സെൽ ഡിസ്ഫങ്ഷനാണ് അവിടെ ഉണ്ടാവുക. അടുത്തത് നമുക്ക് പറയാനുള്ളത് പിരമിഡിൻ്റെ സിന്തസിസ് ആണ്. പിരമിഡിൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരിക? നമ്മുടെ തൈമീൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിനെയാണ് നമ്മൾ പിരമിഡിൻ ബേസിസ് എന്ന് പറയാറുള്ളത്. ഈ പിരമിഡിൻ സിന്തസിസിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പ്യൂരിൻസിൻ്റെ സിന്തസിസിലാണെങ്കിൽ ആദ്യം റൈബോസ് 5-ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു. അതിലോട്ട് പ്യൂരിൻ ബേസിസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് പ്യൂരിൻ നമ്മുടെ AMP GMP ഒക്കെ ഉണ്ടായത് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ പിരമിഡിൻ സിന്തസിസിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പിരമിഡിൻ ബേസിസ് ആദ്യം സിന്തസൈസ് ചെയ്തിട്ട് അത് റൈബോസ് 5-ഫോസ്ഫേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാത്വേയിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റേജ് നോക്കുക. അതായത് CO2-ഉം ഗ്ലൂട്ടമിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബമൈൽ ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു അല്ലേ. ആദ്യം നോക്കുക, CO2 ഗ്ലൂട്ടമിൻ എന്ന് പറയുന്നത് അതിൻ്റെ അമൈഡ് നൈട്രജനെ CO2-ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് കാർബമൈൽ ഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 2. സിന്തറ്റേസ് വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ATPയുടെ റിക്വയർമെൻറ്റ് ഉണ്ട്, അതുകൊണ്ട് സിന്തറ്റേസ് വന്നു. ഇനി നമുക്ക് നോക്കാം. ഈ കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 1 നമ്മൾ കേട്ടിട്ടുള്ളത് യൂറിയ സൈക്കിളിലാണ് അല്ലേ. അവിടെയും ഇതേപോലത്തെ തന്നെ റിയാക്ഷനാണ് നടക്കുന്നത്. അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് CPS1 ആണ് എൻസൈം എന്നുള്ളത് ശ്രദ്ധിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബമൈൽ ഫോസ്ഫേറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അസ്പാർട്ടേറ്റ് കയറിയിരിക്കുന്നു. ആൻഡ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബമൈലേസ് ആണ്. അങ്ങനെ അത് കാർബമൈൽ അസ്പാർട്ടേറ്റ് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബമൈൽ അസ്പാർട്ടേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഡൈഹൈഡ്രോ ഒറോട്ടേറ്റ് ആണ്. ഇവിടെ സംഭവിക്കുന്നത് എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ്. ആൻഡ് ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഈസ് ഡൈഹൈഡ്രോ ഒറോട്ടേസ് ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡൈഹൈഡ്രോ ഒറോട്ടേറ്റിന് ഡിഹൈഡ്രോജിനേഷൻ സംഭവിക്കുന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് ഡൈഹൈഡ്രോ ഒറോട്ടേറ്റ് ഡിഹൈഡ്രോജിനേസ്. ദാറ്റ് ഈസ് എൻ NAD+ ഡിപ്പെൻഡൻറ്റ് ഡിഹൈഡ്രോജിനേഷൻ ആൻഡ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഒറോട്ടേറ്റ്. ദെൻ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാൽവേജ് പാത്വേയിൽ കണ്ടുപരിചയം ഉണ്ടാവും. അതായത് ഒറോട്ടേറ്റ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ റൈബോസ് 5-ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഇൻ ദ ഫോം ഓഫ് PRPP. ഇത് നമ്മൾ ഓൾറെഡി സാൽവേജ് പാത്തിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ആൻഡ് എൻസൈം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതായത് അവിടുത്തെ HGPRT പോലത്തെ തന്നെ എൻസൈമാണ് ഒറോട്ടേറ്റ് ഫോസ്ഫോ റൈബോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? റൈബോസ് 5-ഫോസ്ഫേറ്റിനെ, അതായത് PRPPയുടെ ഫോമിലാണ് അവർ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഒറോട്ടേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒറോട്ടിഡിൻ മോണോഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു, ദാറ്റ് ഈസ് OMP. നെക്സ്റ്റ് OMPക്ക് ഡീകാർബോക്സിലേഷൻ സംഭവിക്കുന്നു, ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് CO2 ഗ്രൂപ്പ്. ആൻഡ് എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഈസ് OMP ഡീകാർബോക്സിലേസ്. അങ്ങനെ നമുക്ക് OMP എന്ന് പറയുന്നതിൽ നിന്ന് UMP ഉണ്ടായി, ദാറ്റ് ഈസ് യൂറിഡിൻ മോണോഫോസ്ഫേറ്റ്. യൂറിൻ മോണോഫോസ്ഫേറ്റിലോട്ട് നമ്മളൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും ആഡ് ചെയ്യുന്നു. അത് കൈനേസ് എൻസൈമാണ് ക്യാരി ചെയ്യുന്നത് ആ റിയാക്ഷനെ. ആൻഡ് ATPയിൽ നിന്നാണ് ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ UMPക്ക് കിട്ടുന്നത്. അങ്ങനെ UMP ബിക്കം UDP, ദാറ്റ് ഈസ് യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ആയി. ഇവിടെ രണ്ട് മെക്കാനിസം നടക്കുന്നുണ്ട്. UDP എന്ന് പറയുന്നത് ആദ്യം ഒരു റൈബോന്യൂക്ലിയോട്ടൈഡ് ടു ഡിയോക്സി റൈബോന്യൂക്ലിയോട്ടൈഡ് കൺവേർഷൻ നടക്കുന്നു. സെയിം ആസ് പ്യൂരിൻ ബയോസിന്തസിസ് നമ്മൾ പഠിച്ച പോലെ തന്നെ റൈബോന്യൂക്ലിയോട്ടൈഡ് റിഡക്ടേസ് ആണ് ആ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് റൈബോന്യൂക്ലിയോട്ടൈഡ് ടു ഡിയോക്സി റൈബോന്യൂക്ലിയോട്ടൈഡ്. ആൻഡ് ദ എൻസൈം റിക്വയർസ് ആക്ഷൻ ഓഫ് തയോറിഡോക്സിൻ. തയോറിഡോക്സിൻ ആണ് അവിടുത്തെ ഹൈഡ്രജൻ ഗ്രൂപ്പിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ടു റൈബോന്യൂക്ലിയോട്ടൈഡ് റിഡക്ടേസിനെ. അങ്ങനെയാണ് റൈബോന്യൂക്ലിയോട്ടൈഡ് റിഡക്ടേസ്
റൈബോന്യൂക്ലിയോടൈഡിനെ ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ് ആയിട്ടുള്ള DUDP ആക്കിയിട്ട് മാറ്റുന്നത്. ദെൻ DUDP എന്ന് പറയുന്നത് ഒരു യൂറിഡിൻ മോണോഫോസ്ഫേറ്റ് ആണ്, അല്ലെങ്കിൽ യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ആണ്. ആ യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് നമുക്ക് തൈമിഡിലേറ്റായിട്ട് മാറണം, അല്ലെങ്കിൽ തൈമിഡിനായിട്ട് സിന്തസൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തൈമിഡിലേറ്റ് സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈം മെഥിലിൻ ഗ്രൂപ്പിനെ മെഥിലിൻ THFൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. മെഥിലിൻ ഗ്രൂപ്പിനെയാണ് DUMPയിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ DUMP ബിക്കം DTMP ആയിട്ട് മാറുന്നു. അങ്ങനെ നമ്മുടെ തൈമിഡിൻ എന്ന് പറയുന്നത് സിന്തസൈസ് ചെയ്തു. ഇനി മറ്റ് സൈഡത്തെ മെക്കാനിസം നോക്കുക. അതായത് UDP എന്ന് പറയുന്നത് ഫസ്റ്റ് UTP ആയിട്ട് മാറുന്നു ബൈ ദ ആക്ഷൻ ഓഫ് കൈനേസ്, ആൻഡ് ATP ആണ് അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യുന്നത്. അങ്ങനെ UDP വിൽ ബിക്കം UTP ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ UTP എന്ന് പറയുന്നത് സൈറ്റിഡിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ ഗ്ലൂട്ടമിൻ ആണ് യൂറിഡിനെ ഒരു അമിനോ ഗ്രൂപ്പിനാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അമിനോ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ UTP വിൽ ബിക്കം CTP ആയിട്ട് മാറുന്നു. ആൻഡ് CTP സിന്തറ്റൈസ് ആണ് എൻസൈം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ആദ്യം യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഉണ്ടായി. യൂറിഡിനിൽ നിന്ന് തൈമിഡിലേറ്റ് സിന്തറ്റൈസിൻ്റെ എൻസൈം വഴി തൈമിഡിൻ സിന്തസൈസ് ചെയ്തു. CTP സിന്തറ്റൈസിൻ്റെ ആക്ഷൻ വഴി സൈറ്റോസിനും സിന്തസൈസ് ചെയ്തു. അങ്ങനെ 3 പിരമിഡിൻ ബേസസും ഇവിടെ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ പിരമിഡിൻ ബയോസിന്തസിസിൻ്റെ പാർട്ടിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിനോവോ സിന്തസിസിൻ്റെ റെഗുലേഷൻ ആണ്. നമ്മൾ പിരമിഡിൻ ന്യൂക്ലിയോടൈഡിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എൻസൈംസ് ആണ് അസ്പാർട്ടേറ്റ് ട്രാൻസ് കാർബമൈലേസും CPS2 എന്ന് പറയുന്ന കാർബമൈൽ ഫോസ്ഫേറ്റ് സിന്തറ്റേസ് 2ഉം. അതിൻ്റെ റെഗുലേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ്. ATC എന്ന് പറയുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് കാർബമൈൽ ഫോസ്ഫേറ്റ് ടു കാർബമൈൽ അസ്പാർട്ടേറ്റ് ആകുന്ന റിയാക്ഷനാണ്. അതിൻ്റെ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള CTP തന്നെയാണ്. ദാറ്റ് ഈസ് ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷനിലൂടെയാണ് ATCase എന്ന് പറയുന്ന എൻസൈം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ ATP എന്ന് പറയുന്നതാണ് അതിൻ്റെ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. ഇനി CPS2ൻ്റെ റെഗുലേഷൻ നോക്കാം. അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള UTP ആണ് അതിൻ്റെ ഇൻഹിബിറ്റർ, ആൻഡ് PRPP ആണ് അതിൻ്റെ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് റെഗുലേഷനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് ഡിസോർഡേഴ്സ് ഓഫ് പിരമിഡിൻ മെറ്റാബോളിസം. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസോർഡറാണ് ഒറോട്ടിക് ആസിഡ് യൂറിയ എന്ന് പറയുന്നത്. ഇതൊരു റയർ മെറ്റാബോളിക് ഡിസോർഡർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ക്രീഷൻ ഓഫ് ഒറോട്ടിക് ആസിഡ്സ് ഇൻ യൂറിനിലൂടെ ഒറോട്ടിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് ഒറോട്ടിക് ആസിഡ് യൂറിയ എന്ന് പറയുന്നത്. ആൻഡ് എൻസൈം ഡെഫിഷ്യൻസി ആയിട്ടുള്ളത് ഒറോട്ടേറ്റ് ഫോസ്ഫോറൈബോസിൽ ട്രാൻസ്ഫറേസും OMP ഡികാർബോക്സിലേസുമാണ്. ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒറോട്ടിക് ആസിഡിൻ്റെ എക്സ്ക്രീഷൻ ഉണ്ടാവുക യൂറിനിലൂടെ വിത്ത് സീവിയർ അനീമിയ ആൻഡ് റിട്ടാർഡഡ് ഗ്രോത്ത്. ആൻഡ് ഓൾസോ ചില ഡ്രഗ്സ് ഒറോട്ടിക് ആസിഡ് യൂറിയയിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്നത് ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്ന ഡ്രഗ് ഒറോട്ടിക് ആസിഡ് യൂറിയയ്ക്ക് കാരണമാവാറുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ 6-ESA യൂറിഡിൻ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററാണ് ഒറോട്ടിലെ ഡികാർബോക്സിലേസിൻ്റെ. അതും ഒറോട്ടിക് ആസിഡ് യൂറിയയ്ക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ അത്രയുമാണ് നമുക്ക് പിരമിഡിൻ മെറ്റാബോളിസത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഈസ് ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു ആക്റ്റീവ് ഫോം ഇൻ ഗ്ലൈക്കോജെനസിസ് എന്നുള്ളതാണ്. ഗ്ലൈക്കോജെനസിസിൽ ഗ്ലൂക്കോസിൻ്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിരിക്കുമ്പോഴാണ്. ഗ്ലൂക്കോകൈനേസ് എൻസൈമിൻ്റെ ആക്ഷൻ വഴിയാണ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത്. ആൻഡ് ദിസ് ഇസ് എൻ ATP ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആണ്. ആൻഡ് ഗ്ലൂക്കോകൈനേസ് എൻസൈം ഈസ് പ്രസൻറ്റ് ഇൻ ലിവർ, ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂക്കോകൈനേസ് ഹെക്സോകൈനേസ് ഈസ് പ്രസൻറ്റ് ഇൻ മസിൽ. Glucose 6-phosphate is then converted to glucose 1-phosphate by the action of phosphoglucomutase. Then glucose 1-phosphate എന്ന് പറയുന്നത് UTPയുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് UDP ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നത് ബൈ ദ ആക്ഷൻ ഓഫ് UDP ഗ്ലൂക്കോസ് പൈറോഫോസ്ഫോറിലേസ്. ആൻഡ് UDP ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് ആണ്. ദിസ് ഈസ് ദ ഡോണർ ഓഫ് ഹെക്സോ ഷുഗേഴ്സിൻ്റെ ഡോണറായിട്ട് അറിയപ്പെടുന്ന ആരാണ്? UDP ഗ്ലൂക്കോസ് ആണ്. ദെൻ നമ്മുടെ ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ദർ ഈസ് എ റിക്വയർമെൻറ്റ് ഓഫ് ഗ്ലൈക്കോജൻ പ്രൈമർ എന്ന് പറയുന്നത് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഫ്രാഗ്മെൻറ്റ് ഓഫ് ഗ്ലൈക്കോജൻ ആണ്. ഈ ഗ്ലൈക്കോജൻ പ്രൈമർ ഇല്ലെങ്കിൽ ഈ ഗ്ലൈക്കോജെനസിസ് നടക്കില്ല. അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ പ്രൈമറിൻ്റെ ഇൻസ്റ്റെഡായിട്ട് ഗ്ലൈക്കോജെനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആയാലും മതി. ഗ്ലൈക്കോജെൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് UDP ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൂക്കോസിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു സിന്തസിസിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ UDP ഗ്ലൂക്കോസ് അതിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനിന് കൊടുക്കുന്നു. ഗ്ലൈക്കോജനിൻ അത് അതിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മാറ്റിയിട്ട് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു. ദെൻ ആ ഗ്ലൈക്കോജനിൻ ആ ഗ്ലൂക്കോസിനെയും കൊണ്ട് ഗ്ലൈക്കോജൻ പ്രൈമറിൻ്റെ നേരെ മൂവ് ചെയ്യുന്നു. അവിടെ അതിൻ്റെ ഗ്ലൈക്കോജൻ പ്രൈമറിൻ്റെ നോൺ റെഡ്യൂസിങ് എൻഡിലോട്ട് ഈ ഇനീഷ്യൽ ഗ്ലൂക്കോസിനെ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഇനീഷ്യൽ ഗ്ലൂക്കോസ് അവർ ഗ്ലൈക്കോജൻ പ്രൈമർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലൈക്കോജൻ പ്രൈമറിന് സ്വന്തമായിട്ട് ബാക്കിയുള്ള ഗ്ലൂക്കോസ് റെസിഡ്യൂസ് മോളിക്യൂളിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ പ്രോസസ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ഗ്ലൈക്കോജൻ ഇനീഷ്യേറ്റർ സിന്തേസ്. അങ്ങനെ നമ്മുടെ ഗ്ലൈക്കോജൻ പ്രൈമർ കുറേയധികം ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ഗ്ലൂക്കോസ് റെസിഡ്യൂസ് പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്നത് α1,4 ബോണ്ടുകൾ വഴിയാണ്. ഇത് കോറിലേറ്റ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം. നമുക്ക് ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ α1,4 ബോണ്ടുകൾ മാത്രമല്ല, ഇതിനൊരു ബ്രാഞ്ച് ലൈക്ക് അല്ലെങ്കിൽ ട്രീ ലൈക്ക് സ്ട്രക്ചറാണ് ഗ്ലൈക്കോജനുള്ളത്. അപ്പോൾ ആ ബ്രാഞ്ചിങ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി α1,6 ബോണ്ടുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് α1,4 ബോണ്ട് അല്ലെങ്കിൽ α1,6 ബോണ്ട് എങ്ങനെയാണ് ഇതിലോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ഗ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്ലൈക്കോജൻ ചെയിൻ ഉണ്ട് അല്ലേ, അതിൽ α1,4 ബോണ്ടുകൾ മാത്രമാണ് ഉള്ളത്. ഇനി ഈ α1,4 ബോണ്ടുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രോയിങ് ഗ്ലൈക്കോജൻ ചെയിനിൻ്റെ ഒരു നോൺ റെഡ്യൂസിങ് എൻഡിലോട്ട് 8 to 10 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് മോളിക്യൂളിനെ ബ്രാഞ്ചിങ് എൻസൈം ട്രാൻസ്ഫർ ചെയ്യും. ബ്രാഞ്ചിങ് എൻസൈം എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൽ ട്രാൻസ്ഫറേസ് ആണ്. ഈ ഗ്ലൂക്കോസിൽ ട്രാൻസ്ഫറേസ് നോൺ റെഡ്യൂസിങ് എൻഡിലോട്ടാണ് ഈ 8 to 10 ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ പുതിയൊരു 8 to 10 ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു ഗ്രോയിങ് ചെയിനിലോട്ട്. അങ്ങനെ ഈ ഗ്രോയിങ് ചെയിനിലേക്ക് ഈ 8 to 10 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് വന്ന് ജോയിൻറ്റ് ചെയ്യുന്നത്, അതായത് അവർ കണക്ട് ചെയ്യുന്നത് α1,6 ബോണ്ടുകൾ വഴിയായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് α1,4. അങ്ങനെയാണ് ആ ഒരു ബ്രാഞ്ചിങ് പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പിക്ചറിന് വളരെ ക്ലിയർ ആണ്. അതായത് ആദ്യം കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലൈക്കോജൻ ചെയിനാണ്. അതിലേക്ക് നമ്മളുടെ ഒരു 8 to 10 റെസിഡ്യൂസ് ഉള്ള ഗ്ലൂക്കോസിൻ്റെ വേറൊരു ചെയിനെ ഈ ബ്രാഞ്ചിങ് എൻസൈം വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതാണ് ആ ഒരു ബ്രാഞ്ചിങ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെയാണ് α1,6 ബോണ്ടുകൾ ഉണ്ടാവുന്നത്. ആൻഡ് എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ബ്രാഞ്ചിങ് പോയിന്റ്സ് ഈസ് ഗ്ലൂക്കോസിൽ ട്രാൻസ്ഫറേസ്. ആൻഡ് ഈ ഗ്ലൈക്കോജൻ സിന്തേസിൻ്റെയും ഗ്ലൈക്കോജൻ ബ്രാഞ്ചിങ് എൻസൈമിൻ്റെയും ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഇത് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഒരു പോളിമറായിട്ടുള്ള ഗ്ലൈക്കോജനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത്രയാണ് നമുക്ക് ഗ്ലൈക്കോജെനസിസിൽ പറയാനുള്ളത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ഈസ് പ്രിഫണേറ്റ് ഈസ് കൺവേർട്ടഡ് ടു തൈറോസിൻ എന്നുള്ളത്. പ്രിഫണേറ്റ് എന്ന് പറയുന്നത് തൈറോസിനായിട്ട് മാറുന്ന പാത്വേ നമ്മൾ ഷിക്കിമേറ്റ് പാത്വേ എന്നാണ് പറയുക. ഈ പാത്വേ എന്ന് പറയുന്നത് അനിമൽസിൽ കാണപ്പെടാറില്ല. ഇത് മെയിനായിട്ടും പ്ലാന്റ്സിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്ലാന്റ്സിലും ഫംഗൈ, അതുപോലെ തന്നെ ബാക്ടീരിയാസ്, ആൽഗെ, ഇതിലൊക്കെയാണ് ഇത് കാണപ്പെടാറുള്ളത് ഈ പാത്വേ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പാത്വേ ഈസ് ഓപ്പറേറ്റ് ഫോർ സിന്തസിസ് ഓഫ് ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. ആരോമാറ്റിക് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ, ഫിനൈലലാനിൻ, തൈറോസിനാണ്. ഇതിൽ തന്നെ ഫിനൈലലാനിനും ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നതും എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സുമാണ്. അപ്പോൾ ഈ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അവരെ നമുക്ക് ബോഡിയിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, പകരം അവർ നമുക്ക് ഡയറ്റിൽ കൂടിയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാത്വേക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആണ്, നോട്ട് ഇൻ എനിമൽസ് എന്നത് മറക്കാണ്ട് ഓർമ്മിച്ച് വയ്ക്കുക. ആൻഡ് ഈ പാത്വേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ PEP എന്ന് പറയുന്നത് എറിത്രോസ് 4-ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ദിസ് കണ്ടൻസേഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ 3-ഡിയോക്സി ഡി അറാബിനോ ഹെപ്റ്റുലോസോണേറ്റ് 7-ഫോസ്ഫേറ്റ് സിന്തേസ്. നമുക്കതിനെ DAHPS എന്ന് വിളിക്കാം നമുക്ക്. അങ്ങനെ ആ DHAP സിന്തേസിൻ്റെ പ്രസൻസിലാണ് ഇവർ തമ്മിൽ കണ്ടൻസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3-ഡിയോക്സി ഡി അറാബിനോ ഹെപ്റ്റുലോസോണേറ്റ് 7-ഫോസ്ഫേറ്റ് ആണ്. ദെൻ that is converted to 3-dehydroquinate with the presence of DHQS, that is 3-dehydroquinate synthase enzyme പ്രസൻസിലാണ് ഡിഹൈഡ്രോക്യുനേറ്റ് ആയിട്ട് മാറുന്നത്. അത് പിന്നെ ഡിഹൈഡ്രോഷിക്കിമേറ്റ് ആയിട്ട് മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിഹൈഡ്രോക്യുനേറ്റ് ഡിഹൈഡ്രറ്റേസ് എൻസൈം. അപ്പോൾ ഡിഹൈഡ്രറ്റേസ് ആകുമ്പോൾ അവിടെ ഡിഹൈഡ്രേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഡിഹൈഡ്രേഷൻ നടന്നിട്ടാണ് 3-dehydroഷിക്കിമേറ്റ് ആയിട്ട് മാറുന്നത്. ആൻഡ് ദെൻ 3-dehydroshikimate is converted to shikimate by shikimate 5-dehydrogenase, that is dehydrogenation is carried out there. Then phosphorylation ആണ് നടക്കുന്നത്. ഷിക്കിമേറ്റ് എന്ന് പറയുന്നത് കൈനേസ് എൻസൈം വഴി ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ഷിക്കിമേറ്റ് 3-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ദെൻ ഷിക്കിമേറ്റ് 3-ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് വീണ്ടും PEPയും കൂടിയിട്ടാണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. എന്നിട്ട് EPSP സിന്തേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ 5-ഇനോയിൽ പൈറുവിൽ ഷിക്കിമേറ്റ് 3-ഫോസ്ഫേറ്റ് അതായത് EPSP ആയിട്ട് മാറുന്നുണ്ട്.
ദെൻ ഈ EPSP എന്ന് പറയുന്നത് കൊറിസ്മേറ്റ് സിന്തേസിൻ്റെ പ്രസൻസിലാണ് കൊറിസ്മേറ്റ് ആയിട്ട് മാറുന്നത്. ഈ കൊറിസ്മേറ്റ് എന്ന് പറയുന്നത് ദെൻ പ്രിഫണേറ്റ് ആയിട്ട് മാറുന്നു ബൈ മ്യൂട്ടേസ് എൻസൈം വഴി. ദെൻ പ്രിഫണേറ്റ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ്ലി ഡീകാർബോക്സിലേറ്റഡ് ടു പാരാഹൈഡ്രോക്സി ഫിനൈൽ പൈറുവേറ്റ് ബൈ പ്രിഫണേറ്റ് ഡീഹൈഡ്രോജിനേസ്. ദെൻ ഇറ്റ് ഈസ് ട്രാൻസമിനേറ്റഡ് യൂസിങ് ഗ്ലൂട്ടമേറ്റ് ആസ് എ നൈട്രജൻ സോഴ്സ് ടു ഗിവ് തൈറോസിൻ. അങ്ങനെ നമ്മുടെ തൈറോസിൻ എന്ന് പറയുന്ന ആരോമാറ്റിക് അമിനോ ആസിഡ് ഉണ്ടായി. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് പ്രിഫണിക് ആസിഡ് എന്ന് പറയുന്നത് ഒന്ന് ഓക്സിഡേറ്റീവ്ലി ഡീകാർബോക്സിലേറ്റഡ് പാരാഹൈഡ്രോക്സി ഫിനൈൽ പൈറുവേറ്റ് ആയിട്ട് മാറുന്നത്. ഇത് തന്നെ പ്രിഫണിക് ആസിഡ് ക്ലീവ് ചെയ്തിട്ട് ഫിനൈൽ പൈറുവിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. ദെൻ ഫിനൈൽ പൈറുവിക് ആസിഡിന് റിഡക്റ്റീവ് അമിനേഷൻ നടന്നിട്ട് ഫിനൈൽ അലാനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പ്രിഫണിക് ആസിഡിന് രണ്ട് മെക്കാനിസം നടക്കുന്നുണ്ട് അവിടെ. ഒന്ന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നു, ഒന്ന് ക്ലീവേജ് സംഭവിച്ചിട്ട് ഫിനൈൽ പൈറുവിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് ഉണ്ടാവുന്നതാണ് തൈറോസിൻ എന്ന് പറയുന്നത്. ആൻഡ് ക്ലീവ് ചെയ്തിട്ട് റിഡക്റ്റീവ് അമിനേഷനും കൂടെ നടന്നിട്ടുണ്ടാവുന്നതാണ് ഫിനൈൽ അലാനിൻ എന്ന് പറയുന്നത്. ദെൻ കൊറിസ്മേറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ആന്ത്രാനിലിക് ആസിഡായിട്ട് മാറുന്നു. ആന്ത്രാനിലിക് ആസിഡായിട്ട് മാറിയതിന് ശേഷം അതിലോട്ട് നമ്മൾ PRPP ആഡ് ചെയ്യുന്നുണ്ട്. PRPPയും പിന്നെ സെറീനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് അവർ ദെൻ ട്രിപ്റ്റോഫൻ എന്ന് പറയുന്ന അമിനോ ആസിഡായിട്ട് മാറുന്നത്. അത്രയാണ് നമ്മുടെ ഷിക്കിമേറ്റ് പാത്വേയിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഷിക്കിമേറ്റ് പാത്വേയുടെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദ സിന്തസിസ് ഓഫ് സം ഫിനോളിക്സ്, അതായത് ഫ്ലാവനോയിഡ്സ്, കൗമാരിൻസ് ഒക്കെ പോലെയുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, അതായത് ഫിനോളിക്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പാത്വേയും കൂടിയാണ് നമ്മുടെ ഈ ഷിക്കിമേറ്റ് പാത്വേ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കമൻറ്റ് ഓൺ അലോസ്റ്ററിക് ആൻഡ് ഹോർമോണൽ റെഗുലേഷൻ ഓഫ് അസറ്റിൽ കോയ കാർബോക്സിലേസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ അസറ്റിൽ കോയ കാർബോക്സിലേസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഫാറ്റി ആസിഡ് ബയോസിന്തസിസിലുള്ള ഒരു എൻസൈമാണ് അസറ്റിൽ കോയ കാർബോക്സിലേസ് എന്ന് പറയുന്നത്. ഈ ഫാറ്റി ആസിഡ് ബയോസിന്തസിസ് എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ അസറ്റിൽ കോയ ഉണ്ടാകുന്നതാണ്. ദെൻ അസറ്റിൽ കോയയിൽ നിന്ന് മാലഡിൽ കോയ ഉണ്ടാകുന്നു. മാലഡിൽ കോയ ഉണ്ടായതിനു ശേഷം അത് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിലത്തെ എൻസൈമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഫാറ്റി ആസിഡിൻ്റെ ബയോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഈ അസറ്റിൽ കോയ എന്ന് പറയുന്നത് മാലോണിൽ കോയയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് അസറ്റിൽ കോയ കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. ദെൻ ഈ അസറ്റിൽ കോയ കാർബോക്സിലേസിൻ്റെ റെഗുലേഷൻ മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് ഈ അസറ്റിൽ കോയ കാർബോക്സിലേസിൻ്റെ ഒരു അല്ലോസ്റ്ററിക് ആക്ടിവേറ്ററാണ് ആക്ച്വലി സിട്രേറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ഇവിടെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള പാൽമിറ്റോയിൽ കോയയാണ്. അതായത് ഫീഡ്ബാക്ക് ഇൻഹിബിഷനാണ് അവിടെ സംഭവിക്കുന്നത്. അത് എൻഡ് പ്രൊഡക്റ്റ് ഇൻഹിബിഷനാണ്. പാൽമിറ്റോയിൽ കോയയാണ് അവിടുത്തെ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഓൾസോ ഗ്ലൂക്കഗോൺ അതുപോലെ തന്നെ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ഫോസ്ഫോറിലേഷനെ ട്രിഗർ ചെയ്യും. അതായത് ACC എന്ന് പറയുന്ന എൻസൈം ആക്റ്റീവ് ആക്കുന്നത് ഡീഫോസ്ഫോറിലേഷൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോർമോൺസ്, അതായത് ഗ്ലൂക്കഗോണും എപ്പിനെഫ്രിനും ഫോസ്ഫോറിലേഷനെ ട്രിഗർ ചെയ്യുന്നത് കൊണ്ട് ആ എൻസൈമിൻ്റെ ഇനാക്ടിവേഷന് കാരണമാവുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് ACCയുടെ റെഗുലേഷനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നമ്മൾ ഓൾറെഡി ഒരു റെഗുലേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി പറയാനുള്ളത് നമ്മുടെ ഫാറ്റി ആസിഡ് ബയോസിന്തസിസ് ഒന്ന് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഫാറ്റി ആസിഡ് ബയോസിന്തസിസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആക്ച്വലി സൈറ്റോസോളിലാണ്. ആൻഡ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ് മെഷീനറി ഈസ് ലൊക്കേറ്റഡ് ഇൻ സൈറ്റോസോമൽ ഫ്രാക്ഷൻ ഓഫ് സെല്ലാണ്. ആൻഡ് ഈ ഒരു ഫാറ്റി ആസിഡ് ബയോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് 3 സ്റ്റേജ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് അസറ്റിൽ കോയയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് കൺവേർഷൻ ഓഫ് അസറ്റിൽ കോയ ടു മൈലഡിൽ കോയ. ആൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എൻസൈം ഫാറ്റി ആസിഡ് സിന്തേസ് എൻസൈമിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് പറയാം, അതായത് പ്രൊഡക്ഷൻ ഓഫ് അസറ്റിൽ കോയ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് അസറ്റിൽ കോയ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പൈറുവേറ്റിൻ്റെ ഓക്സിഡേഷൻ വഴി ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ചില അമിനോ ആസിഡ്സിൻ്റെ ഡീഗ്രഡേഷൻ വഴി ഇത് ഫോം ചെയ്യാറുണ്ട്. കീറ്റോൺ ബോഡി ഡീഗ്രഡേഷൻ വഴിയും അസറ്റിൽ കോയ സിന്തസൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ അസറ്റിൽ കോയ ഫോം ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയിലാണ് ശരിക്കും ഫോം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഫാറ്റി ആസിഡ് ബയോസിന്തസിസ് നടക്കുന്നതാണെങ്കിൽ സൈറ്റോസോളിലാണ്. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയയിൽ ഫോം ചെയ്തിട്ടുള്ള അസറ്റിൽ കോയയ്ക്ക് സൈറ്റോസോളിലേക്ക് എത്തണമെങ്കിൽ ഒരു കാരിയറിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അസറ്റിൽ കോയ ഈസ് നോട്ട് പെർമിയബിൾ ടു സൈറ്റോസോൾ. സോ മൈറ്റോകോൺട്രിയയിൽ ഫോം ചെയ്യുന്ന അസറ്റിൽ കോയെ സിട്രേറ്റിൻ്റെ ഫോമിലാണ് അത് സൈറ്റോസോളിലേക്ക് എൻ്റർ ചെയ്യുക. അതായത് അസറ്റിൽ കോയെ ഓക്സാലോ അസിറ്റേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് സിട്രേറ്റ് സിന്തേസിൻ്റെ പ്രസൻസിൽ സിട്രേറ്റ് ആയിട്ട് മാറും. ദെൻ ഈ സിട്രേറ്റിൻ്റെ ഫോമിലാണ് ഒരു മൈറ്റോകോൺട്രിയയിൽ ഇറങ്ങിയിട്ട് സൈറ്റോസോളിലേക്ക് കയറുക. സൈറ്റോസോളിൽ ഈ സിട്രേറ്റ് എത്തിക്കഴിഞ്ഞാൽ സിട്രേറ്റ് ലയേഴ്സിൻ്റെ പ്രസൻസിൽ ഇത് ലൈസ് ചെയ്തിട്ട്
തിരിച്ച് അസറ്റിൽ കോയയും ഓക്സലോസിറ്റേറ്റ് ആയിട്ട് മാറും. ദെൻ ഈ ഓക്സലോസിറ്റേറ്റ് എന്ന് പറയുന്നത് മാലൈറ്റ് ആയിട്ട് മാറുന്നു. മാലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഈ പൈറുവേറ്റിൽ നിന്നാണ് പിന്നെ NADPH ആയിട്ടുള്ള സിന്തസിന് വേണ്ടിയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെയാണ് NADPH ഈ ഒരു ഫാറ്റി ആസിഡ് ബയോസിന്തസിന് ആവശ്യമുള്ള റെഡ്യൂസിങ് ഇക്വലൻസ് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ്. ആൻഡ് ഈ സിട്രേറ്റ് ലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസറ്റിൽ കോയ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ബയോസിന്തസിലേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അസറ്റിൽ കോയ എന്ന് പറയുന്നത് മാലനിൽ കോയയായിട്ട് മാറുന്ന റിയാക്ഷനാണ്. അസറ്റിൽ കോയ എന്ന് പറയുന്നത് മാലനിൽ കോയയായിട്ട് മാറുന്നത് കാർബോക്സിലേഷൻ റിയാക്ഷൻ വഴിയാണ്. ആൻഡ് എൻസൈം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ ദ കാർബോക്സിലേഷൻ ഈസ് അസറ്റിൽ കോയ കാർബോക്സിലേസ് ആൻഡ് ദാറ്റ് ഈസ് എൻ ATP ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആൻഡ് റിക്വയർസ് ബയോട്ടിൻ ഫോർ CO2 fixation and it is a regulatory enzyme in fatty acid biosynthesis. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിലുള്ള റിയാക്ഷൻസ് ആണ്. ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫങ്ഷണൽ എൻസൈം കോംപ്ലക്സ് ആണ്. ആൻഡ് ഇറ്റ്സ് നോൺ ആസ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ് ഓർ FAS കോംപ്ലക്സ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് 7 ഡിഫറെൻറ്റ് എൻസൈംസ് ആൻഡ് ആൻ അസൈൽ കാരിയർ പ്രോട്ടീൻ ദാറ്റ് ഇസ് ACP. ദെൻ നമുക്ക് നമ്മുടെ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസറ്റിൽ കോയ എന്ന് പറയുന്നത് ACPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ഒരു ട്രാൻസ്ഫർ കാറ്റലൈസ് ചെയ്യുന്നത് അസറ്റിൽ കോയ ACP ട്രാൻസ് അസൈലേസ് എന്ന് പറയുന്ന എൻസൈമാണ്. നമുക്കതിനെ അസറ്റിൽ കോയ ട്രാൻസ് അസൈലേസ് എന്ന് വിളിക്കാം. പക്ഷേ ഈ അസറ്റിൽ കോയ എന്ന് പറയുന്നത് ACPയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ നിൽക്കുകയല്ല, പകരം ACPയിൽ നിന്ന് അവർ ക്ലീവ് ചെയ്തിട്ട് എൻസൈമിൻ്റെ സിസ്റ്റീൻ റെസിഡ്യൂമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ അസറ്റിൽ എൻസൈമാണ് അവിടെ സിന്തസൈസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാലോണിൽ കോയെ എന്ന് പറയുന്നത് ACPയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതായത് മാലോണിൽ കോയിലത്തെ മാലോണൈറ്റ് ആണ് ശരിക്കും ACPയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഈസ് മാലോണിൽ ACP ട്രാൻസ് അസൈലേസ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ അസറ്റിൽ എൻസൈമും മാലോണിൽ ACPയും കൂടി കമ്പൈൻ ചെയ്യുന്നു വിത്ത് ലോസ് ഓഫ് CO2 ദാറ്റ് വിൽ ഫോം ബീറ്റ കീറ്റോ അസൈൽ ACP ആയിട്ട് മാറുന്നു. അതായത് ഇതിലത്തെ മാലോണിൽ കോയയും അസറ്റിൽ എൻസൈമിസിലത്തെ അസറ്റിൽ കോയയും കൂടിയിട്ടാണ് ശരിക്കും കമ്പൈൻ ചെയ്യുന്നത് വിത്ത് ലോസ് ഓഫ് CO2 ടു ഫോം ബീറ്റ കീറ്റോ അസൈൽ ACP വിത്ത് ഹെൽപ്പ് ഓഫ് ബീറ്റ കീറ്റോ അസൈൽ ACP സിന്തേസ്. ദെൻ ബീറ്റ കീറ്റോ അസൈൽ ACPക്ക് റിഡക്ഷൻ ആണ് നെക്സ്റ്റ് സംഭവിക്കുന്നത്. റിഡക്ഷൻ ചെയ്തിട്ട് ബീറ്റ കീറ്റോ അസൈൽ ACP എന്ന് പറയുന്നത് ബീറ്റ ഹൈഡ്രോക്സി അസൈൽ ACP ആയിട്ട് മാറുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈം ബീറ്റ കീറ്റോ അസൈൽ ACP റിഡക്ടേസ്. ആൻഡ് ദിസ് ഇസ് എൻ NADPH ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്, റിഡക്ഷനാണ് നടക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഈ ഹൈഡ്രോക്സിൽ അസൈൽ ACP എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ നടക്കുകയാണ് നെക്സ്റ്റ്, അതായത് വിത്ത് ലോസ് ഓഫ് H2O. ആൻഡ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത് ഹൈഡ്രോക്സി അസൈൽ ACP ഡീഹൈഡ്രേറ്റേസ് ആണ്. ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് ഇനോയിൽ ACP. അതായത് അവിടുത്തെ വാട്ടർ മോളിക്യൂൾ അവിടെ ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിലെ ഒരു ഡബിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ഇനോയിൽ ACP എന്ന് പറയുന്നത് സിന്തസൈസ് ചെയ്യുന്നത്. ഇനോയിൽ ACPക്ക് രണ്ടാമത്തെ റിഡക്ഷൻ സംഭവിക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ NADPH ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇനോയിൽ ACP റിഡക്ടേസ് ആണ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടറിൽ ACP എന്ന് പറയുന്നത് സിന്തസൈസ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഈ 2 to 6 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പാൽമിറ്റോയിൽ അല്ലെങ്കിൽ പാൽമിറ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ ആക്ച്വലി പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് ACPയുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് പാൽമിറ്റോയിൽ തയോ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈമാണ് പാൽമിറ്റേറ്റിനെ നമ്മുടെ ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് പാൽമിറ്റേറ്റ് ആയിട്ട് മാറുന്നത്. ആൻഡ് ദിസ് പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു 16 കാർബൺ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അതിൽ 16 കാർബൺ ആറ്റംസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു 2 to 6 സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ മൊത്തം 7 സൈക്കിൾസ് ആണ് ഈ ഒരു സിന്തസിസ് ഓഫ് പാൽമിറ്റേറ്റിന് വേണ്ടി അവർ എടുക്കുന്നത്. 7 സ്റ്റെപ്സിൽ 16 കാർബൺ ആറ്റംസ് ഉണ്ടാകുന്നു. ശരിക്കും അപ്പോൾ നമുക്ക് 7 into 2 എന്ന് പറഞ്ഞാൽ 14 ആകുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് 16 ആകുന്നതെന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ അസറ്റിൽ കോയ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലത്തെ 2 കാർബൺ ആറ്റം കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് 16 കാർബൺ ആറ്റമായിട്ടുള്ള പാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഫാറ്റി ആസിഡ് ബയോസിന്തസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.